ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചക്ക വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചക്കപ്പം ഉണ്ടാക്കാനുള്ളൊരു ശ്രമത്തിലായിരുന്നു. കുറച്ച് പിഴകളൊക്കെ ഉണ്ടായിരിക്കാം, എന്നാലും അത് ചക്കപ്പായിട്ട് നമുക്ക് അധികം ചിലവില്ലാണ്ട് തന്നെ, അതേപോലെ അതിനുള്ള എല്ലാ സാധനങ്ങളും ഇല്ലാണ്ട് തന്നെ നമുക്കതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയും ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ചക്ക ഇഡ്ഡലി അല്ലെങ്കിൽ ചക്ക അപ്പം അല്ലെങ്കിൽ ചക്ക ഉണ്ണിയപ്പം എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അത് ചക്കപ്പം ഉണ്ടാക്കുന്ന മാവ് അതുപോലെ എല്ലാതും അതുപോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇല ഇല്ലാത്തത് കൊണ്ട് നമ്മളത് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ആവി കൊള്ളിച്ച് ഉണ്ടാക്കിയതാണ്. ചക്ക വരട്ടിയതുപോലെ ചക്ക വരട്ടി വെച്ചിട്ടുണ്ടാക്കിയ സാധനമാണല്ലോ. നല്ല ചക്കപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. നല്ല ഒട്ടലും കാര്യങ്ങളൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചക്ക വരട്ടി വെച്ചത്, പിന്നെ അരിപ്പൊടി, പിന്നെ നെയ്യിൽ തേങ്ങാക്കൊത്ത് വറുത്തത്, ഏലക്ക പൊടിച്ചത് ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ സംഭവമാണ്. എന്നിട്ട് ഇതിലോട്ട് അതിലേക്ക് നമുക്ക് ഉരുളകളാക്കിയിട്ട് അതിലേക്ക് വെച്ച് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചക്കപ്പാക്കിയിട്ട് ഇങ്ങനെ കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നന്നായെങ്കിൽ അയ്യപ്പനോട് നന്ദി പറയാന്ന് പറഞ്ഞു. അപ്പം അതിലൊരു സീക്രട്ട് ഉണ്ട്, എന്താന്ന് പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ബൈ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ.